കുറെ ട്രോഫികൾ ഇരിപ്പുണ്ട്. രണ്ടെണ്ണം ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. എടുത്തു ആവശ്യമുള്ള പക്ഷെ ഫോട്ടോ എന്റേതായിരിക്കും. ഫോട്ടോ എന്റേതാ എല്ലാം കുറെ ഉണ്ടല്ലോ. കുറെ ഉണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. സ്റ്റേറ്റ് അവാർഡ് അടക്കം നമ്മൾ ഇവിടെ മേലെ കയറ്റി വെച്ചേക്കാം. ഞാൻ അതിന്റെ മേളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നത്. അതെ, അപ്പൊ അവിടെ ഇച്ചിരി കൂടെ വർക്കുണ്ട്. അത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കയറും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാം രണ്ടിൽ കൂടുതലുണ്ട്. അതായത് രണ്ട് നിലയുണ്ട് ഇവിടെ അല്ലേ? നിലയും രണ്ടെണ്ണം ഉണ്ട്. മൂന്ന് നിലയുണ്ട്. ടി വി രണ്ടെണ്ണം, ഫ്രിഡ്ജ് രണ്ടെണ്ണം, നില മൂന്നെണ്ണം. അങ്ങനെയാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഈ പറയുന്ന പോലെ ഒരു ലിവിംഗ് റൂം ഉണ്ട്, പിന്നെ 2 ബെഡ്റൂം ആണ് ഉള്ളത്. 2 ബെഡ്റൂം ഉണ്ട്. ഓക്കെ, അതാണ് എന്റെ ബെഡ്റൂം. ഓക്കെ, അവിടെ ഒരു വരാന്തയുണ്ട്, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. നമുക്ക് ആ വരാന്തയിൽ ചെന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞാലോ? ആപ്പിൾ കഴിച്ചുകൊണ്ട് നമുക്ക് വർത്തമാനം പറയാം. ഓ, ആയിക്കോട്ടെ. ഈ പറഞ്ഞ പോലെ ചാരുകസേരയും ഉണ്ട് ഇവിടെ. എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. ഞാൻ പഴയ ഒരു മനുഷ്യനാണ്. ഒരു പഴയ ജീവിതശൈലിയാണ് എനിക്ക്. ഇനി പറഞ്ഞ പോലെ വരാന്തയിൽ ഇരുന്ന നല്ല സുഖം. തൊട്ടപ്പുറത്ത് പാടമാണ്. പാടമൊക്കെ നമ്മൾ വിശാലമായിട്ട് കാണിക്കും. നല്ല കാറ്റുണ്ട്. ഈ പറഞ്ഞ പോലെ വൈകുന്നേരമൊക്കെ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചാൽ എന്താ രസമല്ലേ? കഞ്ചായും പരിപ്പൊടിയൊക്കെ ആയിട്ട് തിന്നായിരിക്കണം. സെലിബ്രിറ്റീസ് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ടോ? ഈ പാടവും മന, ഈ പ്രകൃതി രമണിയൊക്കെ കാണാൻ വേണ്ടി? ഫ്രണ്ട്സുകളായിട്ട് ഷാജോൺ അവരൊക്കെ വരാറുണ്ട്. നമ്മുടെ ചാനൽ ചെയ്യുന്നവര് കുറെ പേരൊക്കെ വരാറുണ്ട്. ഓ, അടിപൊളി. ഇവിടെ ഫുള്ള് പറഞ്ഞ പോലെ ഭയങ്കര സൈലന്റാ. ഇവിടെ അറവശാലയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഓ ദൈവമേ, പാവം പശുക്കളൊക്കെ രാവിലെ തന്നെ കണി കണ്ടു ഉണരാം. പോത്തൊക്കെ. പക്ഷെ ഞാനിവിടെ രാവിലെ എണീറ്റിട്ട് തിണ്ണയിലിരിക്കുവേ. ഒരു മാവ് പൂത്ത് കിടക്കുന്നുണ്ടോ? മാവ് എവിടെ? അത് കണ്ട് കുറച്ചേരം ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. പിന്നെ ഇവിടെ കിളിക്കൂടുകളുണ്ട്. അതല്ല, കിളികളുടെ കളകളാരവമുണ്ട്. കളകരാരവം ഒത്തിരി പേർക്കുണ്ട്. എന്തായാലും കേക്കാം. ഫുള്ള് പ്രകൃതി രമണിയാ. അതെ, രമണീയ ചേച്ചി ഉണ്ടോ തൊട്ടപ്പുറത്ത്? വേണ്ട, നല്ല പൊട്ട സാധനമായിരുന്നു. അടുത്ത റൂമിലേക്ക് പോവാം. ഇക്കയുടെ റൂം എവിടെ? ഇവിടെ ബെഡ്റൂം. ഇക്കയുടെ ബെഡ്റൂമിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക്? ഇപ്പൊ പോകാം. ഒരു 7 മണിക്ക് ശേഷം അങ്ങോട്ട് വരരുത്. അതെന്ത് പറ്റി? അന്നേരം അത്ര നടപടി അല്ലത്. അന്നേരം നിങ്ങളെ സ്വകാര്യ നിമിഷമാണെന്നാണോ? അല്ലല്ല, ഇവിടെയൊക്കെ 12 മണി 1 മണി. ഇവിടെയും ട്രോഫിയാണ് മൊത്തം കണ്ടില്ല. ഇതാണ് ഇക്കയുടെ റൂം അല്ലേ? ഇതാണ് എന്റെ റൂം. ഇവിടുന്ന് ഒരു ബാൽക്കണി ഉണ്ട്. അത് നേരെ തുറക്കുന്നത് പാടത്തേക്കാണ്. എന്റെ ദൈവം, അടുത്ത പ്രകൃതി രമണി. ഇച്ചിരി പ്രകൃതി രമണിയുടെ ആളാണ്. ഞാനൊരു പഴയ ആളാണ്. പഴയ ആളെന്ന് ഉദ്ദേശിച്ചത് പഴയതാണ്. എനിക്ക് പഴമകളാണ് എനിക്കിഷ്ടം. ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു സ്വഭാവം അവര് ആയിട്ട് നടന്നോട്ടെ. പക്ഷെ എനിക്കിപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. അടിപൊളി. അതാണ് ഈ കണ്ടത്തിന്റെ ഇറമ്പത്തോണ്ട് ഞാൻ വീട് വെച്ചത്. ബാൽക്കണിയിലേക്ക് കിടക്കാൻ പറ്റുമോ? ഇതിലെ കട്ടല് ചാടി അപ്പുറം കിടക്കണം. കട്ടിലേ ചാടോ? ചാടാൻ പറ്റുമോ? ചാടാമല്ലോ. ക്യാമറമാൻ ഒപ്പം ചാടോ? നിങ്ങൾ ഒപ്പം ചാടാ. വായോ, ഞാനിങ്ങനെ ഞാനും ഇങ്ങനെ വരും. അങ്ങനെ തന്നെ വാ. ഇതെന്താ? ശ്രീ മഹാദേവ ക്ഷേത്രം സംക്രാന്തി ആദരവ്. കൊറേ ഉണ്ട്. ട്രോഫി തട്ടി ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ കട്ടിലൊന്ന് കുഞ്ഞു വന്നപ്പോ മാറ്റിയിട്ടതാ. താഴെ പോയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈസി വേണ്ട. വെറുതെ ഈ വാതിൽ തുറന്നിട്ട് നല്ല കാറ്റാണ്. ഫുൾ പാടം. ഇത് എന്തൊരു സൈലൻസ്. ഒരു പള്ളി കണ്ടോ? നേരെ നോക്കിയ പള്ളിയൊക്കെ കാണാം. പള്ളി കണ്ടോ? അവിടുത്തെ രാവിലത്തെ ഞായറാഴ്ച രാവിലെ എനിക്കിപ്പം കുർബാനയുടെ ശബ്ദം, അപ്പുറത്ത് ബാങ്ക് വിളി ശബ്ദം, അപ്പുറത്ത് അമ്പലത്തിലെ ശബ്ദം, എല്ലാം കൊണ്ടൊരു കിട്ടുന്ന. അവിടെ തോടുണ്ട്. അവിടെ കൃഷിയുള്ളത്. അവിടെ തോടാണോ? അത് തോടാണ്. തോടിപ്പം വലുതാക്കിയതാണ്. ആ തോട്ടിൽ പോയിട്ടാണോ നിങ്ങൾ കുളിക്കുന്നത്? അല്ല, അതിവിടെ ആറുണ്ട്. ഇപ്പൊ ആരാ തോട്ടിൽ പോയി കുളിക്കുന്നവര്? രസമല്ലേ? ചൂട് കാലത്തൊക്കെ തോട്ടിൽ പോയി കിടന്നു കഴിഞ്ഞാൽ സുഖമില്ലേ? തോട്ടില് അങ്ങനെ അത്ര വെള്ളമല്ല. അത് കൃഷിക്ക് മാത്രമുള്ള. അപ്പുറം ആറുണ്ട്, മീനച്ചിലാറുണ്ട്. ഓ, അവിടെ പോയി പണ്ടൊക്കെ അവിടെയായിരുന്നു കുളി. കുളിയും ദേവാലയം എല്ലാം അവിടെ തന്നെയായിരുന്നു. അത് രസമായിരുന്നു കേട്ടോ. ഇപ്പൊ നമുക്ക് ആ കാലമൊന്നും കിട്ടാൻ മാർഗമില്ല. ഇപ്പം മേളിൽ നിന്ന് ഷവറിൽ നിന്ന് വെള്ളം വീണ് ഇതായിപ്പോയില്ല. പക്ഷെ ഈ ചൂടുകാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ മീനച്ചിലല്ല ആറിൽ പോയിട്ട് ഒന്ന് ആറാടി കഴിഞ്ഞാൽ കുളിച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, നീന്തിയാല് നമുക്ക് ആരോഗ്യം കുറച്ച് ഇതാകും. അറിയോ? എനിക്കറിയാം. ഓ, ഞാൻ പാലത്തിന് മേളിൽ നിന്ന് എടുത്ത് ചാടുന്ന ആളാണ്. ടൈം വരുമ്പോ എടുത്ത് ചാടും. വാ വാ, അടുത്ത റൂമിലേക്ക് പോകുമ്പോ മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ഇനി നേരെ എങ്ങോട്ടാ? ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. തിയേറ്റർ മൂന്നാമത്തെ നിലയിലാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത്. തിയേറ്ററിൽ നമുക്ക് സിനിമ കാണാൻ പറ്റുമോ? സിനിമയ്ക്ക് ഇപ്പൊ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം ഒരു AVR കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് ഇപ്പൊ കാണാൻ പറ്റിയില്ല. ഇനി അടുത്ത പരിപാടിക്ക് കാണാം, സെറ്റാക്കാം. പക്ഷെ നമുക്ക് തിയേറ്ററിൽ കാണാൻ പോവാം. അത് കാണാം. തിയേറ്റർ വിസിറ്റ് നടത്താൻ പോകണം നമ്മൾ. ഓക്കെ, ഞാൻ പോവാമല്ലേക്ക്.
ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നില ഇപ്പോഴാണ് റീസെന്റ് ആയിട്ടാണ് പണിത് അല്ലേ? ഇപ്പൊ ഒരു 5-6 മാസം ആയി കാണും. മാത്രമല്ല ഇക്കയുടെ ഹോം ടൂർ അങ്ങനെ അധികം ഇക്ക ചെയ്തിട്ടുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ വരുന്നത്. ഇക്കയുടെ ഫുൾ വീട് ഫസ്റ്റ് ആണ്. ഇവിടെയാണ് നമ്മളെ ട്രോഫിയും കാര്യങ്ങളൊക്കെ. നൂല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ട് ഇവിടെ, എന്റെ ഒരു ഇതുണ്ട്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ 2 സൈഡിലും ട്രോഫികള് കാര്യങ്ങളൊക്കെ വരും. ലൈറ്റ് ഒക്കെ പ്രത്യേകത ഉണ്ട്. കുറച്ചുകൂടെ പണി തീരാനുണ്ട്. സെറ്റ് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പണിയും കൂടെ തീർന്നു വരുമ്പോ ഗംഭീരമാവും. നമുക്ക് എന്നാൽ ഐശ്വര്യമായിട്ട് വലുതേല വെച്ച് തിയേറ്ററിലേക്ക് കടന്നല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയാണ് ആ എക്സ്ക്ലൂസീവ് സ്ഥലത്തേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. കമോൺ. ഞാൻ ആദ്യമായിട്ടാ ഒരു വീട്ടിലെ തിയേറ്ററിൽ കാണുന്നത്. സീരിയസ്ലി ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നുണയാണോ സത്യമാണോ? സത്യം, അത് സത്യം. ഞാൻ സത്യം മാത്രം പറയാറുള്ളൂ. ആണല്ലേ? ഇതാണ് തിയേറ്റർ. അപ്പൊ യെസ്, ഗംഭീരമായിട്ടുള്ള വിശാലമായിട്ടുള്ള തിയേറ്റർ. ഇവിടെ ഇരുന്നാണ് നിങ്ങൾ സിനിമയെ കാണുന്നത്? ഇവിടെ ഇരുന്നാണ് സിനിമ എല്ലാം കാണുന്നത്. ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടൊരു സിനിമ ഏതാ? ഞാൻ പുതിയ പടങ്ങളൊന്നും കാണാറില്ലല്ലോ. താഴെ വെച്ച് പറഞ്ഞില്ലായിരുന്നു, എല്ലാം പഴയ പടങ്ങളെ കാണുള്ളൂ. പഴയ പടം ഏതാ കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടത് ബാബു മോൻ എന്ന് പറഞ്ഞൊരു പടം. പ്രേം നസീർ രണ്ട് പടം. പ്രേം നസീർ, അർബാസി, ബഹദൂർ അവരുടെ സിനിമ ഞാൻ കാണത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പ്രേം നസീറിന്റെ ആ മീശയോടുള്ള സ്നേഹം കൊണ്ടാണ് മറ്റേ ആ മീശ വെച്ചത്? അതുകൊണ്ടല്ല. അല്ല, ആ കാലഘട്ടത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആ മീശയേ ഉള്ളൂ. ഈ മീശ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ വേറൊരാളെ കണ്ടിട്ട് വെച്ചതാണ്, തട്ടിമുട്ടിക്കാത്ത. ഞാൻ വിചാരിച്ചു സീരിയലുകാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുന്ന മീശയുടെ കാര്യം. അല്ല, ഇക്ക തന്നെ വെച്ചതാ? ഞാൻ തന്നെ വെച്ചത്. അതെന്റെ ഐഡിയ ആണ്. ആ കോസ്റ്റ്യൂമും ഡ്രസ്സും ബാഗും ഇതും മുടിയെല്ലാം ഇക്കയുടെ ഐഡിയ ആയിരുന്നു. എന്റെ ദൈവം, ഇക്കതെ നമ്മൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരു സാധനം പറയാൻ എല്ലാവരും പറഞ്ഞിരുന്നു. ഏത് സാധനമാണെന്ന് അറിയാം? ഏത് ഡയലോഗാണെന്നറിയോ? ഏതായിരിക്കും ഇക്ക പറഞ്ഞത്? ഗസ് ചെയ്തേ. കമോൺ ബേബി ഹോയ ആണോ? കമോൺ ബേബി ഹോയ ഉണ്ട്. അതല്ലാതെ വേറെ ഏതാണ്? മറ്റൊരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സാധനം ഉണ്ടല്ലോ. എന്താ? അതാണോ? അതെ, ഫസ്റ്റ് നൈറ്റിന്റെ ആ സാധനമാണ്. നേരത്തെ ഒരു ചാനലിൽ ചെയ്ത് ഞാനത്. തൊട്ടോട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തിയേറ്റർ എന്ന് പറയുന്ന സാധനം. ഇത് ഒരു ബെഡ്റൂം കൂടെയാണത്. അല്ല, ആ സാധനം ഇടാൻ അതോ? അതിന് ഇപ്പം പെണ്ണുങ്ങൾ ആരെങ്കിലും വേണം, അല്ലാതെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആ ഫീല് വരുള്ളൂ. കുറച്ച് നേരത്തേക്ക് എന്നെ ഒന്ന് പെൺകുട്ടിയായിട്ട് സങ്കല്പിക്കാൻ വേണ്ട. പിന്നെ നീ എന്നെ ഡെയിലി വിളിച്ചോണ്ടിരിക്കും. ഇത് ട്രോളാ. ഞാൻ ഏറി നിന്ന് ഇറങ്ങിയുള്ളൂ. ആണോ? അപ്പൊ എയറിലിരിക്കലാണ് മെയിൻ പരിപാടി. ഇതൊക്കെ തന്നെ ഇന്റർവ്യൂ ചെയ്യുക, എയറിൽ പോവുക, അതൊക്കെ തന്നെ. പക്ഷെ അതൊക്കെയാണ് ഇപ്പോഴത്തെ വൈറൽ സാധനങ്ങൾ കേട്ടോ. ഞാൻ നിങ്ങളുടെ പല എപ്പിസോഡിലും കാണാറുണ്ട്. പല എപ്പിസോഡിലും കാണാറുണ്ട്. അതില്ലാത്തെല്ലാം വൈറലായിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വൈറലായിട്ടുള്ളത്. അതെ അതെ, അതാണ് ഇപ്പോഴത്തെ ഓഡിയൻസിന് ഇഷ്ടം തോന്നുന്നു. ഭയങ്കര ഇഷ്ടം കൊണ്ട് എന്നെ പുറത്തി മുട്ടിക്കുകയാണ്. ഇതിപ്പോ എത്ര വർഷം ഇവിടെ ഈ സംക്രാന്തിയിൽ ഈ വീട് പണിതിട്ട്? വീട് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 10-25 വർഷമായി. ഇതിന്റെ നേരത്തെ ഒരു ചെറിയ വീടായിരുന്നു, നമ്മുടെ അരപ്രൈസ് ഒക്കെ ഉള്ള വീടില്ലേ, ചെറിയ കുഞ്ഞു തിന്നൊക്കെ ഉള്ള, അതായിരുന്നു ഇവിടെ. അതെ, പിന്നെ രണ്ടാമത് പുതുക്കി പണിത. ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വീടുകളിൽ വെച്ചാൽ എനിക്ക് മറുപടി പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ പഠിച്ച മുളന്ന് ഹോങ്കോങ്ങിലാണ്. ഇവിടുത്തെ ഇംഗ്ലീഷുമായിട്ട് ഞാൻ കമ്പയർ ആകത്തില്ല. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. പുതുക്കി പണിതാണോ അത് പൊളിച്ചിട്ട് ഞാൻ പണിതാണ്. ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ ഒരു വർഷം 2 മാസം ആകുന്നു ഇപ്പൊ പൊളിച്ച് പണിതിട്ട്. അപ്പൊ ഈ ആദ്യം 2 നില ഒന്നും ഉണ്ടായിരുന്നില്ല? അത് 2 നില ഇല്ല, ഒരു ചെറിയ അരപ്രൈസ് ഉള്ള വീടില്ലേ, ഓടിട്ട ഒരു കുഞ്ഞു വീടായിരുന്നു. പക്ഷെ ആ വീട്ടിലല്ല ഞാൻ താമസിച്ചു. ഞാൻ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. ഇതന്നേരം സാമ്പത്തിക ടൈറ്റ് കൊണ്ട് വേറൊരു പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാൻ വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വെച്ചിട്ട് മാറിയിട്ട് ഈ പറയുന്ന 1 വർഷം 2 മാസം ആയിട്ടുള്ളൂ. അതുവരെയും വാടകയിലായിരുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് 2 വീട് നമ്മളെ വേറെ പണിയൊന്നുണ്ടല്ലോ, അതിനോട് പറഞ്ഞിരുന്നല്ലോ. അത് ഇപ്പൊ 2 വീട് ഞാൻ അപ്പുറേ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കാരണം ഇപ്പൊ പടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് വേറൊരു വീടും കൂടെ. നമ്മൾ അടുത്ത കൂടെ വരുമ്പോ ചിലപ്പോ ആ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അവിടെ ഞാൻ വരികയായിരുന്നു. ഞാനിവിടെ ഈ കണ്ടത്തിന്റെ ഇറമ്പിലെ വരുള്ളൂ. അതെന്താന്ന് വെച്ചാൽ അതെനിക്കൊരു ഇഷ്ടമാണ്. കാര്യം ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖത്തിലൊരു കാറ്റ് വരുന്നില്ലേ. ആ റോഡ് സൈഡിൽ പോയിന്നാലോ കംപ്ലീറ്റ് പുകയും പൊല്യൂഷനും തിരക്കും ഓണടിയും. ഇവിടെ മെഡിക്കൽ കോളേജ് അടുത്തുള്ളതുകൊണ്ട് ആംബുലൻസ് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഭയങ്കര സൈലൻസ് ആണ്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാടം, കാറ്റ്, ഈ പറഞ്ഞ ഫാനും ഒന്നും വേണ്ട, സുഖമായിട്ട് ഇവിടെ ഇരിക്കാം.